നമുക്ക് വിശുദ്ധ കുരിശിനാൽ നമ്മെ തന്നെ മുദ്രണം ചെയ്യാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ കാത്തുപരിപാലിച്ചതിനും ഇന്നിൻ്റെ പ്രഭാതം കാണാൻ ഭാഗ്യം നൽകിയതിനും നമുക്ക് നന്ദി പറയാം. പലവിധ നിയോഗങ്ങളുമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി പേരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, നീറുന്ന വേദനകളുണ്ട്, മറക്കാനാവാത്ത ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. എല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് മനസ്സ് ശാന്തമാക്കാം. ഒരുപാട് പേരുടെ ഒരു വേദനയാണ്. ജീവിത പങ്കാളി ചീത്ത പറയുന്നു, മുറിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തൽ നിരന്തരം കേട്ട് മനസ്സിന്ന് ഒത്തിരി മുറിവേറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? എങ്കിൽ ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ ഈശോ ഇന്ന് നിന്നോട് സംസാരിക്കുകയാണ്. സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളവർ നമുക്കിടയിലുണ്ട്. വചനം പറയുന്നത് പോലെ അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണ്ണലിയുടെ വിഷവുമുണ്ട്. ഇത്തരക്കാരുടെ ഇടയിൽ ജീവിക്കുക എന്നത് ദുഷ്കരമായ കാര്യമാണ്. ഒരു പക്ഷേ ജീവിത പങ്കാളിയോ സഹപ്രവർത്തകരോ കുടുംബാംഗങ്ങളോ ഒക്കെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓടിപ്പോകാനും കഴിയില്ല. ശാരീരികമായ ഒരു ഉപദ്രവത്തിൻ്റെ വേദന ക്രമേണ ഇല്ലാതാകും. പക്ഷേ അങ്ങനെയല്ല വാക്കുകൾ കൊണ്ടുള്ള പ്രഹരം. അത് നമ്മുടെ മനസ്സും ശരീരവും ദുർബലമാക്കും, വേദനിപ്പിക്കും. ഇത്തരക്കാരുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കുള്ളതാണ്. എല്ലാ ദിവസവും 140 സങ്കീർത്തനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ശക്തി ലഭിക്കാനും ദൈവിക സംരക്ഷണവും ശാന്തതയും ലഭിക്കാനും ഈ വചനഭാഗം ഏറെ സഹായിക്കും. നിരന്തരമുള്ള കുറ്റപ്പെടുത്തലും ചീത്തവാക്കുകളും അവഗണനകളുമൊക്കെ ഏറ്റുവാങ്ങി ജീവിക്കുന്നവർ, വീട്ടിൽ നിരന്തരം വഴക്കുകൾ, അയൽക്കാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ഈ ഒരു മേഖലയിലൊക്കെ വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മെ എല്ലാവരെയും ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് 140 സങ്കീർത്തനം ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കി വിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു, അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്കുമൊരുക്കിയിരിക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. കർത്താവേ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ, അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു, അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്ന് ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായി നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നദ്ധിയിൽ വസിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ.
സാത്താൻ ശക്തികൾ തകരട്ടെ. റാഫേൽ, ഗബ്രിയേൽ, മിഖായേൽ, മാലാഖമാർ, ദൂതന്മാർ, യൗസപിതാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ. പത്രോസ്, പൗലോസ്, ഇടയന്മാർ, രക്തസാക്ഷികൾ, ശിഷ്യന്മാർ, വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ. തിരുവചനത്തിൻ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ. തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനേശു ജയിക്കട്ടെ. ദുഷ്ടാരൂപികൾ അകലട്ടെ. ദൈവാത്മാവ് ഭരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ. നമുക്കൊരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ജോലികൾ, ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങൾ എല്ലാം കർത്താവിന് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജോലി ഇടങ്ങൾ, വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ് മേഖലകൾ എല്ലാം ഈ സമയം ഈശോ ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. വലിയ കടഭാരത്താൽ വേദനിക്കുന്ന മക്കൾ ഈശോയെ ഒരുപാടുണ്ട്. അവരെല്ലാം സമയം സമർപ്പിക്കുകയാണ്. അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കണമേ. മുന്നോട്ടിനി എന്തെന്നറിയാതെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരിക്കുന്ന മക്കൾക്ക് ഈശോ അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമുക്കൊന്നിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകണമേ. എൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ. കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ. ആമേൻ. കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്ന എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃശ്ചികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമാശീലം, ജ്ഞാനം, വിശ്വാസം എന്നിവയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. മഹത്വം, മഹത്വം, ദൈവമഹത്വം, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കാവൽ മാലാഖയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരയുന്ന നയനങ്ങൾ തോറും വിണ്ണിൻ മലരായി വിരിയുന്നു നീ. നിന്നെ അറിയുന്ന മാനസം തോറും പൊന്നിൻ പ്രഭയായി പൊഴിയുന്നു നീ. മർത്യന്റെ പാപം ഏതും വഹിക്കും വാത്സല്യമേ എൻ്റെ അത്താണി നീയേ. ആലംബം നീയേ, ആധാരം നീയേ. ആരോഗ്യദാനത്താൽ പുകിൽ കേഴുമമ്മേ. ആലംബം നീയേ, ആധാരം നീയേ. ആരോഗ്യദാനത്താൽ പുകിൽ കേഴുമമ്മേ. ആലംബം നീയേ, ആധാരം നീയേ.